ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. മീനങ്ങോട്ട് മാറ്റി വെച്ചു. ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. കാണാൻ നല്ല തീരുണ്ട്. ഫ്രൈ ആക്കി എണ്ണയിലോട്ട് അതിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും കടവലങ്ങ ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കടവലങ്ങ. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഉപ്പിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. വഴറ്റിയെടുത്ത് മൂടി വെച്ച് വേവിക്കാം. ആദ്യമായിട്ട് ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെതായ ചെറിയൊരു ചങ്കെടുപ്പൊക്കെ ഉണ്ട്. വോയിസ് ഓവർ കൊടുത്ത് നോക്കാറുണ്ട്. എന്നിട്ട് സാധാരണ ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവ്. എന്നിട്ട് എന്തെങ്കിലും ഓഡിയോ വേറെ മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്യും. അപ്പോൾ പടവെല്ലാം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. പടവെല്ലാം നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ ആ എണ്ണയിൽ കിടന്ന് എണ്ണയൊക്കെ ഊറി വറുത്തമീൻ്റെ എണ്ണയില്ലേ അതിൻ്റെതായ ടേസ്റ്റ് കാണും. കുറച്ച് കോക്കനട്ട് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ല മൊരിന്ന് മൊരിച്ചെടുക്കാം. മൊരിയുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിലിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ നല്ല മൊരിച്ചെടുക്കാം. വറുത്തമീൻ്റെ എണ്ണ ആയതുകൊണ്ട് തന്നെ പടവലങ്ങ ഒരു ടേസ്റ്റ് കാണും എന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടത്. പിന്നെ ഞാൻ 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മുട്ടയില്ല, കാലിയായിരുന്നു. പിന്നെ പോയി വാങ്ങാനുള്ള മടി കൊണ്ട്, അടുത്ത് തന്നെ കടയുണ്ട്, എന്നാലും പോയി വാങ്ങാനുള്ള മടി കൊണ്ട് ഇങ്ങനെ തിന്നാൽ മതി എന്നങ്ങ്